മാവേലിക്കര ശ്രീ മറുതാക്ഷി ദേവി ക്ഷേത്രത്തിലെ കുംഭം അശ്വതി മഹോത്സവത്തിനോടനുബന്ധിച്ച് ഉമ്പർനാട് കിഴക്ക് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മുത്തപ്പൻ വെള്ളാട്ടവും കണ്ടനാക്കേളം തെയ്യവും അരങ്ങേറും. അഞ്ചാഞ്ഞിലിമൂട് കാളച്ചുവട്ടിലാണ് അനുഷ്ഠാനം നടക്കുന്നത്. മാവേലിക്കര ശ്രീ മറുതാക്ഷി ദേവി ക്ഷേത്രത്തിലെ കുംഭം അശ്വതി മഹോത്സവത്തോടനുബന്ധിച്ച് ഉമ്പർനാട് കിഴക്ക് കരയോഗത്തിന്റെ നേതൃത്വത്തിൽ അഞ്ചാഞ്ഞിലിമൂട് കാളച്ചുവട്ടിൽ വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരാറുള്ള മുത്തപ്പൻ വെള്ളാട്ടം, കണ്ടനാർ കേളൻ തെയ്യം എന്നിവ അരങ്ങേറും. ഞങ്ങൾ മാവേലിക്കര മറുതാക്ഷി ദേവി ക്ഷേത്രത്തിലെ ഉമ്പർനാട് കിഴക്കേ കരയോഗം 5-ാം നമ്പർ കരയോഗം ഇപ്പോൾ അശ്വതി ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആണ്ടുതോറും നന്ദികേശ നിർമ്മാണവും ഒക്കെയാണ് കാര്യങ്ങൾ നടന്നു വരുന്നത്. അത് ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാ ക്ഷേത്രാചാര വിധിപ്രകാരം നമ്മൾ ആണ്ടുതോറും തയ്യാറാക്കുന്നതാണ് നന്ദികേശന്. അപ്പം എല്ലാം കച്ചി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ വെച്ച് തന്നെ നിർമ്മിച്ച് 19-ാം തീയതി ഒരു അഷ്ടദിവ്യ മഹാഗണപതി ഹോമം നടത്തി ചട്ടം കൂട്ടലോടുകൂടി തുടങ്ങിയതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 5-ാം ദിവസമായിട്ടുള്ള ഇന്ന് അന്നദാനം ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടു കൂടി നന്ദികേശ ശിരസ് ഉറപ്പിക്കും. അപ്പോൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ന് നന്ദികേശ സന്നിധിയിൽ പിന്നെ സോപാന സംഗീതമുണ്ട്. അതുപോലെ സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ ഈ ഗ്രാമപ്രദേശത്ത് നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ള വിദ്യാർത്ഥികളെ നമ്മൾ അനുമോദിക്കുന്നുണ്ട്. അതിനുശേഷം നാളെ, അതായത് രേവതി നാൾ മാർച്ച് 2-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 8 മണിക്ക് പിന്നെ കണ്ണൂരിൽ നിന്നുള്ള കലാകാരന്മാർ അവതരിപ്പിക്കുന്ന, അതായത് സുനിൽ പണിക്കർ സംഘം അവതരിപ്പിക്കുന്ന മുത്തപ്പൻ വെള്ളാട്ടവും അതുപോലെ കണ്ടനാർ കേളൻ തെയ്യവും ഇവിടെ അരങ്ങേറുകയാണ്. അപ്പോൾ ഇവിടെ ഈ വർഷം മുത്തപ്പൻ വെള്ളാട്ടവും കണ്ടനാർ കേളൻ തെയ്യവും നടക്കുന്നത് ഈ വർഷം ഒരു പുതുമയെന്ന് പറയാനാവില്ല. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഉത്തര മലബാറിൽ നിന്നുള്ള അനുഷ്ഠാന കലകൾ ഓരോന്നോരോന്നായിട്ട് ഞങ്ങൾ ഈ നാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ കണ്ടനാർ കേളൻ തെയ്യം ഇപ്പോഴാണ്. തൊട്ട് മുമ്പത്തെ വർഷം, അതായത് 2024 പൊട്ടൻ തെയ്യം നടത്തി. അതിനു മുമ്പ് കരിങ്കുളികൻ തെയ്യം നടത്തി. അതിനു മുമ്പ് കണ്ടാകർണൻ തെയ്യം നടത്തി. പിന്നെ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള അനുഷ്ഠാന കലകൾ ഞങ്ങൾ ഈ നാടിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് തെയ്യങ്ങൾ കൂടാതെ പിന്നെ നമ്മൾ തോൽപ്പാവക്കൂത്ത് നടത്തി. പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ശ്രീ രാമചന്ദ്ര പുലവർ അവരുടെ സംഘമാണ് ഇവിടെ തോൽപ്പാവക്കൂത്ത് നടത്തിയത് 2020. പിന്നെ അതുപോലെ ഭദ്രകാളി തീയാട്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള അതുപോലെ 2019 പടയണി, അങ്ങനെ നിരവധിയായിട്ടുള്ള അനുഷ്ഠാന കലകളാണ് നമ്മൾ ഈ ഉമ്പർനാട് കിഴക്കേ കരയോഗത്തിൻ്റെ നന്ദികേശ സന്നിധിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രദേശത്തെ മറ്റ് സമിതികളിൽ നിന്നും കരകളിൽ നിന്നുമൊക്കെ വ്യത്യസ്തമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞങ്ങൾ ഇത്തരം കലകൾക്കാണ് പ്രാമുഖ്യം കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് വരെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നവർ, പിന്നെ ഫോട്ടോഗ്രാഫേഴ്സ്, അങ്ങനെ പലതരത്തിൽ താല്പര്യമുള്ളവർ, പഠിക്കുന്നതും അറിയുന്നതും കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ ഉള്ള ധാരാളം ആളുകൾ വന്ന് എല്ലാ വർഷവും വന്ന് ഞങ്ങളെ നല്ല രീതിയിലുള്ള പ്രോത്സാഹനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തുടർന്നും നമ്മൾ ഇത്തരത്തിലുള്ള കലാരൂപങ്ങൾ മാത്രമാണ് ഈ സന്നിധി നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സഹായവും സാന്നിധ്യവും സഹകരണവും ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ ഈ 2-ാം തീയതി നടക്കുന്ന ഈ തെയ്യത്തിലും 3-ാം തീയതി മാവേലിക്കര മറുതാക്ഷി ദേവി ക്ഷേത്രത്തിൽ നടക്കുന്ന അശ്വതി ഉത്സവത്തിലും എല്ലാവരെയും സാദരം സ്നേഹപൂർവ്വം ഉമ്പർനാട് കിഴക്കേ കരയോഗത്തിന് വേണ്ടി ക്ഷണിക്കും. കണ്ണൂർ സുനിൽ പണിക്കർ, ദിനിൽ പണിക്കർ എന്നിവരുടെ നേതൃത്വത്തിലാണ് തെയ്യം അരങ്ങേറുന്നത്. തെക്കൻ കേരളത്തിൽ ആദ്യമായാണ് ഈ കലാരൂപങ്ങൾ അരങ്ങേറുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. CDN ന്യൂസ് മാവേലിക്കര.